നമ്മൾ അമ്മ വീട്ടില് പുഴയിലെ കളിക്കാൻ പോയോ. കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ. സോ കം ഓൺ ലെറ്റ്സ് ഗോ. ഓണം ഷൂട്ടിന് വേണ്ടി അമ്മ വീട്ടിൽ വന്നാണ് കേട്ടോ. ആ സമയത്താണ് നമ്മൾ പുഴയിൽ കുളിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ അതേ പുതിയൊരു ഫ്ലെമിംഗോ നമ്മൾ എയർ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സാധനം റിങ്ങും കൂടി ഉണ്ട്. അപ്പൊ അദ്ദിക്കുട്ടിനും ടീക്കുട്ടിക്കും ഇത് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഫ്ലെമിംഗോ എല്ലാം സെറ്റാണ്. ഇനി പുഴയിൽ പോയി കുളിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ കസിൻസും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഓണം ഷൂട്ട് ആയതുകൊണ്ട് തന്നെ അപ്പൊ ദേ രണ്ടുപേരും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കസിൻസ്. അപ്പൊ എല്ലാവരും കൂടെ നമ്മൾ പുഴയിൽ കുളിക്കാൻ പോവാണ് കേട്ടോ. ഒരു റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനത്തെ നമ്മുടെ പുഴ എത്തി നമ്മൾ ആമസോൺ കാടുകളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഫീലാണ് ശരിക്കും. ടീക്കുട്ടി ദേ വീണ്ടും മണ്ണിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദിക്കുട്ടിനും ടീക്കുട്ടിയും കൂടി ഇതുപോലെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. അദ്ദിക്കുട്ടിനൊക്കെ ഇപ്പൊ ശരിക്കും ട്രെയിൻഡ് ആയി കണ്ടോ. കുറേ വർഷങ്ങളായില്ല ഇതുപോലെ കളിക്കുന്നു. കാരണം ഇന്നൊരു ദിവസമാണ് ഇത്തിരി വെയിലുള്ളത്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. വെള്ളം നല്ല ഒഴുക്കുണ്ട്, നല്ല കളിക്കാനും എല്ലാം സെറ്റപ്പാണ്. അതിന്റെ ഫുൾ വീഡിയോ വൈകാതെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം റെഡിയാക്കിയിട്ട് ടീക്കൂടെ ലിപ്സ്റ്റിക് ഏത് ഇട്ടാന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം എത്ര വെള്ളത്തിലാക്കിയിട്ട് പോകുന്നില്ല കേട്ടോ. ബ്രാൻഡ് നെയിം ഒക്കെ എനിക്ക് മറന്നുപോയി. പിന്നെ അവസാനം പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഫേസിൽ ഇതുപോലെ മണ്ണും ചെളിയൊക്കെ തേച്ച് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീന്താൻ പഠിക്കുകയാണ് നമ്മുടെ ടീക്കുട്ടി. അപ്പൊ ഇതുപോലെ പുഴയിൽ കളിക്കാനും കുളിക്കാനും എത്ര പേർക്ക് ഇഷ്ടമാണ് താഴെ കമന്റ് ചെയ്യണേ. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഇത്രയും ആയിട്ട് ഇപ്പോഴാണ് ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഇതിനേക്കാളും കുറവുള്ള വെള്ളത്തിലാണ് ടീക്കുട്ടി അദ്ദിക്കുട്ടിനും കുളിക്കുക. ശരിക്കും എൻജോയ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ വൈകാതെ വരുന്നതാണ്.